എന്താണ് ഈ പറയുന്നത്? ഞാൻ ഔദ്യോഗിക കാര്യത്തിന് വേണ്ടി ഒരു സ്ഥലം വരെ പോകുന്നു. ഒരു വയൻ മോബ് വന്ന് എന്റെ കാർ തടയുന്നു. അതിൽ കവികളുണ്ടാകാം, പ്രകൃതി സ്നേഹികളുണ്ടാകാം, ക്രിമിനൽസ് ഉണ്ടാകാം, തെണ്ടികളുണ്ടാവാം. ഞാൻ അവരുടെയൊക്കെ ചവിട്ടും കുത്തും കൊള്ളണോ? എമോഷണൽ ആകാതിരിക്കും മിസ്റ്റർ തോമസ്, നമുക്ക് ചർച്ച ചെയ്യാം. ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാകുമ്പോ സാറിനും താനെ ഇമോഷൻ വരും. നാട് ഭരിക്കുന്ന മന്ത്രിമാർ പെരുവഴിയിലിറങ്ങി അടികൊള്ളേണ്ട സാഹചര്യം നാം തന്നെ ഉണ്ടാക്കിയതാണ്. ദ്വാരം വീടൊരു കപ്പലാണ് ഈ മന്ത്രിസഭ. ഘടകകക്ഷികൾക്ക് പ്രശ്നം, ഓരോ കക്ഷികൾക്കും 25 ഗ്രൂപ്പുകൾ. അതിനിടയ്ക്ക് ഇതും ഒന്ന് മനസ്സിലാക്കണം, പബ്ലിക് അവരുടെ കൂടെയാണ്. പബ്ലിക് അവരുടെ കൂടെയാവാൻ കാരണം ഇത്രയും കാലമായിട്ടും ദേവയ്യനെയും അവന്റെ ആൾക്കാരെയും കസ്റ്റഡിയിലെടുക്കാൻ നമുക്ക് കഴിയാഞ്ഞിട്ടല്ലേ? നമുക്കുള്ള പരിമിതികൾ വെച്ചുകൊണ്ട് അവരെ പിടിക്കുന്നതിനുള്ള എല്ലാ നടപടിക്രമങ്ങളും ഞാൻ സ്വീകരിച്ചിട്ടുണ്ട്. നമുക്കിതിലൊന്നേ ഇനി ചെയ്യാനുള്ളൂ, അന്വേഷണം ഊർജിതമാക്കുക. എന്ത് വില കൊടുത്തും ദേവയ്യനെ കസ്റ്റഡിയിലെടുക്കുക. ജനങ്ങളുടെ മുമ്പിൽ നമ്മുടെ മുഖം രക്ഷിക്കാൻ മറ്റൊരു മാർഗമില്ല. ദേവയ്യന്റെ തലയ്ക്ക് 10 ലക്ഷം രൂപ വില പ്രഖ്യാപിക്കാൻ പോവുകയാണ്. 10 lakhs. നിങ്ങളൊക്കെ ഈ യൂണിഫോം അണിഞ്ഞു നടന്നിട്ട് എന്തോ പ്രയോജനം? ക്യാബിനറ്റിൽ ആക്ഷേപം വരുന്നതല്ല എന്റെ നേരെയാ. സാർ തെറ്റിദ്ധരിക്കരുത്. പഴകി തുരുമ്പിച്ച 303 റൈഫിളുകൾ കൊണ്ട് കാട്ടിലേക്ക് പോകാൻ ഫോഴ്സസ് തയ്യാറില്ല സാർ. ഒരു മോറൽ ഗ്രൗണ്ട് നോക്കിയാൽ കൂടി എനിക്ക് അവരെ നിർബന്ധിക്കാനാവില്ല. ഐ മീൻ, താഴെയുള്ളവരുടെ കാര്യമല്ല പ്രശ്നം, അവരെ നയിക്കാൻ സീനിയേഴ്സ് തയ്യാറല്ല. കാരണം കോൺസിക്വൻസസിനെ കുറിച്ച് കൂടുതൽ അറിവുള്ളത് അവർക്കാണല്ലോ. പുതിയ കേഡർ IPS കുറെ വന്നിട്ടുണ്ടല്ലോ, അതിൽ ആണത്തോളം ആരെങ്കിലും അയക്കേ. ശരി സാർ. ഹലോ കുഞ്ഞുമോൾ. ഇതൊരു അൺഎക്സ്പെക്ടഡ് വരവാണല്ലോ. കുഞ്ഞുമോക്കൊരു ത്രില്ലായിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഓ, കാറ്, പത്രാസ്. സാറിന്റെ പാട്ടൊന്നും ഈയിടെയായി റേഡിയോയിലും ടിവിയിലൊന്നും കേൾക്കാറില്ലല്ലോ. മ്യൂസിക് ഡയറക്ഷൻ നിർത്തിയോ? ഈ IPS സംഗീതമായിട്ട് അങ്ങോട്ട് വഴങ്ങുന്നില്ല. എന്താ ഇപ്പൊ സാറിന്റെ അവതാര ലക്ഷ്യം? ഒന്നുമില്ല, പോലീസിലെ തൊഴിൽ ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗം ബേബിച്ചാനെ ഒന്ന് കാണണം. ആരാ മോളെ? എന്റെ ക്ലാസ്മേറ്റാ, തമ്പി. ഇപ്പൊ വലിയ പോലീസ് ഓഫീസർ. ഞാൻ പറയാറില്ലേ, മ്യൂസിക് ഡയറക്ടർ. ഇതെന്റെ അമ്മച്ചിയാ. വന്നാട്ടെ, അകത്തേക്ക് ഇരിക്കാം. ഇരുന്നാട്ടെ. മോന്റെ വീട് എവിടാ? കായംകുളത്ത്. അച്ചായനെ കാണാൻ വന്നതാ. അവൻ ഓഫീസിലാ, എറണാകുളത്ത്. എപ്പോ വരും? എങ്ങനെ പറയാൻ പറ്റും? 2 ദിവസം മുമ്പ് വരുമെന്ന് പറഞ്ഞിരുന്നതാ. അവൻ ജോലി എന്ന് പറഞ്ഞിട്ട് ഓട്ടോ വല്ലയോ. മാസത്തിലൊരിക്കൽ വന്നാ വന്നു. ഓപ്ഷന്റെ സീസൺ അല്ലേ, അവിടെ പോയി കാണുന്നതാ നല്ലത്. എങ്കിൽ ഞാൻ ഇറങ്ങട്ടെ. കാപ്പി കുടിച്ചിട്ട് പോകാം. സാറിന്റെ ഓഫീസ് എവിടെയാ? സാറ് ഇവിടെ അടുത്ത് തന്നെയാണ് മാഡം, സൂക്ഷിച്ചോ. എന്താ ചിരിക്കുന്നത്? കളിയാക്കണോ? അല്ല, കോളേജ് പഠിക്കുമ്പോ ഇളയരാജയെ തോൽപ്പിക്കുന്ന മ്യൂസിക് ഡയറക്ടർ ആകുമെന്ന് വീമ്പ് പറഞ്ഞു നടന്ന ഒരാൾ പോലീസുകാരനായി ഓർത്ത് ചിരിച്ചു പോയതാ. നിന്നെ എന്താ? ഏതാണ്ട് അതുപോലൊക്കെ തന്നെ ഇല്ലേ? ഏതാണ്ടല്ല, അതുപോലെ തന്നെ ഉണ്ട്. യെസ്. ആരാ, തമ്പിയോ? ശരി, വരാൻ പറയും. ആരാ ഈ തമ്പി? വരട്ടെ, പറയാം. മേ കമിങ്? യെസ് പ്ലീസ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഞാൻ തമ്പി IPS. IPS ഞാൻ സെക്രട്ടറിയോട് പറഞ്ഞില്ലല്ലോ. എന്റെ അനുജത്തി കുഞ്ഞുമോളുടെ ക്ലാസ്മേറ്റ്. ഇളയരാജയെ തോൽപ്പിക്കുന്ന സംഗീത സംവിധായകനാകാൻ വേണ്ടി ഓടി നടന്ന മ്യൂസിക് കമ്പോസർ, കോളേജിലെ പെൺകുട്ടികളുടെ ഹരം, ഇപ്പോൾ കർമ്മനിരതനായ ഒരു പോലീസ് ഓഫീസർ. താങ്ക് യു. ആവശ്യത്തിന് തോക്കും മറ്റ് ആയുധങ്ങളും കിട്ടാതെ ദേവയ്യനെ പിടിക്കാൻ കഴിയാതെ സീനിയർ ഓഫീസർമാരെല്ലാം ഒളിച്ചോടുമ്പോ ആ ജോലി സധൈര്യം ഏറ്റെടുത്ത ധീരൻ. എടത്വ സെന്റ് ജോർജ് ചർച്ചിൽ നിന്നും എടത്തോട്ടുള്ള വഴിയിൽ 2 ഫർലോങ് നടന്നാൽ വീട്, അച്ഛൻ, അമ്മ. കർഷക തൊഴിലാളിയായ വേരിക്കൽ മത്തായിയുടെ ഏകമകൻ തമ്പി മാത്യൂസ്. മൂത്ത സഹോദരി വിവാഹത്തിന്. ഇനി വിശദീകരിക്കണ്ട, എല്ലാം കുഞ്ഞുങ്ങൾ പറഞ്ഞായിരിക്കും അല്ലേ? ഇനിയിപ്പോ മുഖവര വേണ്ടല്ലോ. ഞാൻ അങ്ങോട്ട് വരാം.
എനിക്ക് ബേബിച്ചന്റെ സഹായം വേണം. ഒരു കൺവെൻഷണൽ രീതിയിലുള്ള ഓപ്പറേഷനിലൂടെ ദേവേനെ പിടിക്കാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാട്ടിലേക്ക് 2 ബറ്റാലിയൻ പോലീസിനെ കൊണ്ട് കയറി ചെല്ലുക, പോലീസ് വല വീശി ചൂണ്ടയിട്ടു, ദേവേനെ ഇന്ന് പിടിക്കും നാളെ പിടിക്കും, പത്രങ്ങളിൽ ഹെഡ്ലൈൻസ്, ഫോട്ടോസ്, ഇതുകൊണ്ടൊന്നും ഒരു കാര്യമില്ലെന്ന് എനിക്കറിയാം. മോറോവർ, ഇതിൽ ഓർഡർ എന്ന പൊളിറ്റീഷ്യൻസിനും അവരുടെ താല്പര്യങ്ങൾ വേറെ ഉണ്ടാകും. ആ നിലയ്ക്ക് നമ്മളെക്കാൾ കൂടുതൽ മെസ്സേജുകൾ അവർക്ക് കിട്ടിയിട്ടുണ്ടാവും. കറക്റ്റ്. ഇപ്പോ ദേവയെ മാത്രമല്ല മറ്റു ചിലരും കൂടി രംഗത്തിറങ്ങിയിട്ടുണ്ടെന്ന പുതിയ ഇൻഫർമേഷൻ. ആരൊക്കെയാണെന്ന് ഒരു പിടിയില്ല. ഏതായാലും ഇവരെല്ലാം കൈയോട് പിടിക്കാനുള്ള വഴിയാണ് ഞാൻ നോക്കുന്നത്. ബേബിച്ചാന്റെ ഫാദർ വനവകുപ്പ് മന്ത്രി ആയിരുന്നല്ലോ. ഫയലുകളൊക്കെ ഞാൻ നോക്കി. ഒന്നും മെറ്റീരിയലൈസ് ചെയ്തിട്ടില്ലെങ്കിൽ കൂടി ഇതിന് എഗൻസ്റ്റ് ആയിട്ട് അദ്ദേഹം എന്തൊക്കെയോ മൂവ്മെന്റ്സ് നടത്തിയിട്ടുണ്ട്. ബേബിച്ചാനാണെങ്കിൽ ആദ്യകാലത്ത് ഇതിനൊക്കെതിരായിട്ട് പബ്ലിക് മൂവ്മെന്റ്സ് നടത്തിയ ആളുമാണല്ലോ. ഇക്കാര്യത്തിൽ ബേബിച്ചാനെ പോലുള്ള ആൾക്കാർക്ക് തരാൻ പറ്റുന്ന ഇൻഫർമേഷൻസ് വളരെ വാല്യുബിൾ ആയിരിക്കും. ഈ കാര്യത്തിൽ എന്റെ എന്ത് സഹായവും എപ്പോഴും പ്രതീക്ഷിക്കാം. ആരാണ് ഈ ഉഷ? ഒരു ജേർണലിസ്റ്റ് ആണ്, പിന്നെ ലേശം കവിതയുണ്ട്. ഓഹോ, ഏതായാലും ഇതേക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ തകർക്കുന്നുണ്ട്. അവരൊക്കെ ഞങ്ങൾ പോലീസുകാരെ ശത്രുക്കളായിട്ടും പ്രകൃതി സംരക്ഷണ വിരുദ്ധരുമായിട്ടൊക്കെയാണ് കാണുന്നത്. അവരെയും കൂടെ കണ്ട് ചില ഇൻഫർമേഷൻസ് കിട്ടിയാൽ എന്റെ ജോലി ആരംഭിക്കാൻ എളുപ്പമായിരിക്കും. ഇതിനു മുൻപും പല ഓഫീസർമാരും ഇതുപോലെ എന്റെ അടുത്ത് വന്ന് ഓരോന്ന് തിരക്കി അറിഞ്ഞുകൊണ്ട് പോയിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഒരു വിധത്തിൽ ദേവയ്യന് സഹായമായി എന്ന് പറയുന്നതാവും ശരി. മുൻപ് വന്ന പോലീസ് ഓഫീസർമാരെ പോലെ എന്നെ കരുതണ്ട. കമ്മിറ്റഡായി എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അതിന് വിശ്വാസയോഗ്യമായ എന്തെങ്കിലും ലീഡ് വേണ്ടേ? അങ്ങനെ വിശ്വാസയോഗ്യമായ എന്തെങ്കിലും ലീഡ് ഉണ്ടായിരുന്നെങ്കിൽ ദേവയ്യനെ എന്നേ പിടിച്ചേനെ എന്റെ തമ്പി. കമ്മിറ്റ്മെന്റ് ലീഡ് ഒന്നും അല്ല ഇവിടെ പ്രശ്നം. രാഷ്ട്രീയ ഇടപെടലുകളെ ചെറുത്ത് നിൽക്കാനുള്ള മനക്കരുത്ത് അതുണ്ടോ തമ്പിക്ക്? ദേവയ്യനെയും അയാളെപ്പോലുള്ളവരെയും രഹസ്യമായി സഹായിക്കുന്ന ആളുകൾ ആരെന്നറിയില്ലെങ്കിലും ഗവൺമെന്റിലുണ്ട്, കാട്ടിനുള്ളിലും ഉണ്ട്. സമ്മതിച്ചു, എനിക്കും അതറിയാം. ഞാൻ ചോദിക്കുന്ന അതല്ല. ഉഷയ്ക്ക് ആദിവാസികളിലുള്ള ഇൻഫ്ലുവൻസ് വെച്ച് ദേവയ്യന്റെ സ്ഥലം കണ്ടുപിടിക്കാൻ എന്തെങ്കിലും ലീഡ് കിട്ടുമോ? തമ്പി വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പത്തിൽ കണ്ടുപിടിക്കാവുന്ന ഒരു നിസ്സാരനല്ല ദേവയ്യൻ. ചിലപ്പോ അയാൾ കാട്ടിലെ ആദിവാസികളുടെ കുടിലുകളിലായിരിക്കും, ചിലപ്പോ പട്ടണത്തിലെ 5 സ്റ്റാർ ഹോട്ടലിൽ. ഒരു പകൽമാനിനെ പോലെ നടക്കും. ചിലപ്പോ ഒരു പിശാചിനെ പോലെ മനുഷ്യരെ കൊന്നു വലിച്ചെറിയും. അതാണ് ദേവയ്യൻ. ഉഷ ഏതായാലും എന്നെ ആദിവാസികളുമായിട്ടൊന്ന് ബന്ധപ്പെടുത്തണം. തീർച്ചയായും. പക്ഷെ ബേബിച്ചായും കൂടെ വരണം. ഇതാണ് ആള്. നിങ്ങളിൽ ചിലരെങ്കിലും മുമ്പ് കണ്ടിരിക്കുമല്ലോ ഈ കള്ളനെ. ഞാനൊന്ന് നോക്കട്ടെ. ആ കണ്ടാ ചെറുത്താളെ പോലുണ്ട്. ഇനി ഓരോരുത്തരോടായിട്ട് പറയാൻ സമയമില്ല. ദേവയ്യനെ പിടിക്കാനായിട്ട് സർക്കാർ അയച്ച പോലീസ് ഉദ്യോഗസ്ഥനാണ് ഇദ്ദേഹം, തമ്പി. തങ്കായിടോ, തമ്പി ആവശ്യപ്പെടുമ്പോ എന്ത് സഹായവും ഏത് സമയത്തും ചെയ്തു കൊടുക്കണം. എന്താ മുപ്പാ? അങ്ങാട്ട് സഹായിക്കാന്ന് പറ മൂപ്പ. എന്ത് എന്താ അയാളൊന്നും പറയാതെ പോയി കളഞ്ഞത്? മൂപ്പൻ അങ്ങനെയാ, കൂമനെ പോലെ. എന്ത് പറഞ്ഞാലും ഇങ്ങനെ നോക്കി നിൽക്കുള്ളൂ. ദേവയുടെ പേര് കേട്ടാ പിന്നെ ചെയ്താൻ കയറി എന്നെ. ദേവയ്യൻ ഇപ്പോ ഏത് മലയിലാണുള്ളതെന്ന് ആർക്കെങ്കിലും അറിയാമോ? ആ ഇന്നൊക്കെ അറിഞ്ഞൂടെ? ആദ്യം കാട്ടിലൊക്കെ മരം മുറിച്ച് നടന്നിനി. പിന്നെ ഞങ്ങൾ ഊര് ചേർന്ന് പന്തും കുന്തും കാട്ടി അമ്പും വില്ലും കാട്ടി കാടൊക്കെ ഇളക്കി തുരത്തി അങ്ങോട്ട് ഓട്ടിച്ച്. ദേവയ്യനെ? ആ നിങ്ങളോ? തങ്കമ്പലി വാച കേട്ടോ. അതെന്താ മൂപ്പ അങ്ങനെ? കൊച്ചുമലാലും ഞങ്ങളും ചേർന്ന് പിടിച്ചില്ല നായപ്പോഴല്ലേ പോലീസ് വന്ന് ഞങ്ങളെ പിടിച്ചത്. അപ്പൊ ഞങ്ങളും പിടിച്ചു. അത് നേരാ. അത് പോട്ടെ, ഇപ്പോഴെവിടെയുണ്ട്? അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ആ 7 മലയ്ക്ക് അപ്പുറത്ത് എവിടെയോ കണ്ടെന്ന് ഊട്ടുമ്പരെ പിടിക്കുന്ന കുടുംബന്മാര് പറഞ്ഞു. ദേവയ്യനെ പിടിച്ചു കൊടുക്കുന്നവർക്ക് ഒരു സമ്മാനം കൊടുക്കാമെന്ന് പറഞ്ഞിരിക്കുക സർക്കാർ. പിടിച്ചു കൊടുക്കണ്ട, എവിടെ ഉണ്ടെന്ന് തേടി പറഞ്ഞു കൊടുത്താൽ മതി. സമ്മാനം ഇങ്ങനെ വാങ്ങിച്ചു തരും. 10 ലക്ഷം രൂപ. എന്താ തങ്ക? ഒന്നുമില്ല. എന്റെ മലദൈവങ്ങളെ, 10 ലക്ഷം! ആദ്യ ഉടുപ്പിൽ പിടിക്കുന്ന കുടുംബന്മാരെ ഞാനൊന്ന് പിടിക്കട്ടെ.
തന്നെ കണ്ടിട്ട് കാലം കുറയായല്ലോ. പണമെങ്കിലും കൊടുത്തയച്ചൂടെ? കാശിന് വലിയ ഞെരുക്കമുള്ള സമയം. ഞാനും ഈയിടെയായിട്ട് അല്പം ഞെരുക്കത്തില്ല. ആകെ ഉള്ളത് 6 MLA-മാരാ. അത് 3 കയ്യാലപ്പുറത്തെ തേങ്ങാ പോലെ ഇരിക്കുക. ഇനി ഈ വള്ളം അങ്ങ് മുങ്ങിയാൽ അടുത്ത ഇലക്ഷന് നമ്മുടെ പാർട്ടി നീന്തി കയറുമെന്ന് ആർക്കറിയാം? അതിനു മുമ്പേ പാർട്ടി ഫണ്ടിലേക്ക് 10 കാശ് ഉണ്ടാക്കിയില്ലെങ്കിലേ പാർട്ടി പൊളിഞ്ഞു പോകും. ഇപ്പൊ തന്നെ 2 പേര് സ്കൂള് ചോദിച്ചു. വേറൊരുത്തൻ ചിരട്ടക്കരിയിൽ നിന്ന് നല്ലെണ്ണ ഉണ്ടാക്കാനുള്ള ഫാക്ടറിയും ചോദിച്ചു നിൽക്കുക. അത് രണ്ടും കൊടുക്കാൻ പറ്റുമോ? സ്വകാര്യ മേഖലയിൽ സ്കൂള് പറ്റത്തില്ല എന്നാ മുഖ്യം വല്യപ്പം പറയുന്നത്. ചിരട്ടക്കരിന്നല്ല, കൊപ്ര ആട്ടിയാ പോലും വെളിച്ചെണ്ണ കിട്ടാത്ത കാലമായത് അറിയാവോ? നിങ്ങൾ എന്തായി പറയുന്നേ? കാട്ടുതലയും ചന്ദനും ദേവയ്യന്റെ അടുത്തുനിന്ന് വന്നാലല്ലേ എനിക്ക് പണം മറിക്കാൻ പറ്റുമോ മാച്ചാ? അപ്പൊ ദേവയ്യൻ ലോഡ് അയക്കുന്നില്ലേ? കാട്ടിലെ മരം മുഴുവൻ വെട്ടിമുറിച്ച് മുടിച്ചെന്നും പറഞ്ഞാണല്ലോ നാട്ടിപ്രക്ഷോഭം. ഞാൻ ദേവയ്യനെ കണ്ടിട്ട് തന്നെ മാസങ്ങളായി. അവനിപ്പോ മറ്റാർക്കോ മറച്ചു വയ്ക്കുന്നുണ്ടോന്നാ എനിക്ക് സംശയം. അവൻ അങ്ങനെ നമ്മളെ ചതിക്കൂ? ചതിച്ചിട്ട് അവൻ എങ്ങോട്ട് പോകാനാടോ? ആരുടെ സപ്പോർട്ട്? സപ്പോർട്ടൊക്കെ ശരി, ചക്കരക്കൊടമാ ദേവയ്യൻ. ഘടകകക്ഷികൾ ആരെങ്കിലും കൈയിട്ട് നക്കുന്നുണ്ടോന്ന് ആർക്കറിയാം? എന്റെ പഴയ മനസ്സിൽ തോന്നുന്നത് ഞാൻ പറയാ. തോമച്ച, നമുക്ക് ഈ ഇടപാട് കഴിയുന്നതും വേഗം നിർത്തുന്നതാണ് നല്ലത്. ദേവയ്യന്റെ തലക്കേ രൂപ 10 ലക്ഷമാ. തല പോയാലും തരക്കേടില്ല, 10 ലക്ഷം രൂപ കിട്ടിയാ മതി എന്ന് പറഞ്ഞു നടക്കുന്ന ചെറുപ്പക്കാരുടെ വലയിലേ അവനെങ്ങാനും പെട്ടുപോയാൽ 10 പൈസ വിലയില്ലാത്ത നമ്മുടെ തലയെല്ലാം പോയത് തന്നെ. ദേവയ്യനെ പിടിക്കാൻ പുതുതായി വന്ന ചെറുപ്പക്കാരല്ലേ തമ്പി, അവൻ കാടളക്കി പെരപ്പറം തൂത്തോണ്ടിരിക്കുക. ഇനി പോലീസിനെ പേടിച്ച് ദേവയ്യൻ തലസ്ഥാനത്തോട്ടെങ്ങാനും പറന്നോ? ഏതായാലും ദേവയ്യനെ നമ്മുടെ കസ്റ്റഡിയിൽ എടുത്തില്ലെങ്കിലേ ആപത്താ, പറഞ്ഞില്ലെന്ന് വേണ്ട. ഗുഡ് ഈവനിങ്. രഹസ്യമായി ഗസ്റ്റ് ഹൗസ് വരെ ഒന്ന് വരണമെന്ന് കറിയാച്ചൻ പറഞ്ഞിട്ട് താനെന്താടോ വരാതിരുന്നത്? പുറത്തിറങ്ങിയ തല പോകുന്ന പേടിയാണോ? പേടിയോ? എനിക്കോ? അതിരിക്കട്ടെ, നിങ്ങളിപ്പം വന്നത് ചന്ദനം തേടിയോ അതോ ദേവയ്യന്റെ സിരസ് തേടിയോ? എന്റെ പൊന്നു ദേവയ്യ, മന്ത്രിസഭ തന്നെ താഴെ വീഴുമെന്നായപ്പോ നാട്ടുകാരുടെ കണ്ണി പൊടിയിടാൻ മുഖ്യനെടുത്തൊരു തീരുമാനമാണ്. അതൊന്നും അങ്ങനെ കാര്യമാക്കണ്ടെന്നേ. പിന്നെ ഈ ബഹളമൊക്കെ ഒന്ന് തീർന്നിട്ട് മതി തടിയും ചന്ദനമൊക്കെ മുറിക്കുന്നത്. നമ്മൾ കരാർ ചെയ്ത് ഒരു ലോഡ് കൂടി അയച്ചിട്ട് നിർത്തിയാ പോലെ. അതായിക്കോട്ടെ. എനിക്ക് മനസ്സില്ല ഇപ്പോൾ ഓട് തരാൻ. നിങ്ങളൊക്കെ മുറിക്കാൻ പറയുമ്പോൾ മുറിക്കാനും മുറിക്കണ്ട എന്ന് പറയുമ്പോൾ മുറിക്കാതിരിക്കാനും വെറും ഒരു ആയുധമാണോ ഞാൻ? ദേവയ്യൻ ക്ഷോഭിക്കാതെ ഒരു ഇത്തിരി കരുതലോടെ ബിസിനസ് നടത്തിയാൽ ഒരു കുഴപ്പവും വരത്തില്ല. നമ്മൾ പറഞ്ഞു വെച്ച ലോഡ് ആദ്യം കയറട്ടെ. ഞാൻ പണം കൊണ്ടുവന്നിട്ടുണ്ട്. പണം കൊണ്ടുവന്നിട്ട് എന്ത് കാര്യം? ചരക്ക് കിടത്താൻ കഴിയണ്ടേ? കാട്ടിലിപ്പോൾ മറ്റു ചിലരും തടിയോട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ ആൾക്കാർ തന്നെ. വാസു എന്തായി പറയുന്നത്? ഞങ്ങളെ ആളോ? ഒന്നും അറിയില്ലല്ലേ? കാട്ടിൽ നിന്ന് എന്റെ ഏറ്റവും വലിയ ശത്രു കൊല്ലപ്പെട്ട മാത്യുവിന്റെ മകൻ ബേബിയാണ്. എന്റെ പണിക്കാരെ പോലും കൂടുതൽ കൂലി കൊടുത്ത് അവൻ കയ്യിലെടുത്തിരിക്കുന്നു. കാട്ടിലെ തടിയും ചെന്നനോ ഇഷ്ടം പോലെ അവൻ മുറിച്ചു കിടത്തുന്നു. ഇപ്പൊ വില പറഞ്ഞിരിക്കുന്നോ എന്റെ വിലയ്ക്കും. എന്റെ പൊന്നു ദേവയ്യ, എനിക്കിതൊരു പുതിയ അറിവാ. ബേബിക്ക് ഇങ്ങനെ ഒരു ബിസിനസ് ഉണ്ടെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല. അവനെ ഞാൻ തളച്ചോളാം. അതിന് നിങ്ങൾ ബുദ്ധിമുട്ടണമെന്നില്ല. അതെനിക്ക് വിട്ടേക്ക്. അവൻ എപ്പോഴെങ്കിലും എന്റെ മുമ്പിലൊന്നും വിടാതിരിക്കില്ല. ദേവയ്യ, ഞാൻ പറയുന്നത് കേൾക്ക്. കുറച്ചു നാളത്തേക്ക് ഒന്ന് കണ്ടും സൂക്ഷിച്ചും നടക്കണം. അത് പറയാനാ ഞാൻ ഇവിടെ വരെ വന്നത്. തൽക്കാലം ഞാൻ ഈ പ്രക്ഷോഭങ്ങളൊക്കെ ഒന്ന് നടക്കട്ടെ. നമ്മുടെ ലോഡ് അത് സൗകര്യം പോലെ ഞാൻ വന്ന് കൊണ്ടുപോയിക്കളാവുന്നേ. നിങ്ങൾക്കൊരാപത്തും വരത്തില്ല. ഞങ്ങളൊക്കെ ഇല്ലേ ഈ നാട്ടില്. ഇതാ വരട്ടെ. എന്നെ ബലിയാടാക്കാൻ ആര് ശ്രമിച്ചാലും അവരെ ഞാൻ തകർക്കും. അത് മറക്കണ്ട. ഈ എമൗണ്ട് ഒരു ഹെഡിലും കൊള്ളിക്കാൻ പറ്റത്തില്ലെന്നാ പറയുന്നത്. അപ്പൊ പിന്നെ SB അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണ്ട. മൂപ്പന്റെ പേഴ്സണൽ അക്കൗണ്ടിൽ തന്നെ കിടന്നോട്ടെ. അയ്യോ കുഞ്ഞെ, അതിങ്ങനെ കേറി കേറി വരിക. കേറട്ടെന്നേ. ഇതെന്നാ ഇടപാടാ? വല്ലപ്പോഴല്ലേ നമ്മളൊക്കെ ഒന്ന് ഒന്നിച്ചു കൂടണേ. അളിയൊന്ന് മുകളിലേക്ക് വന്നേ. അല്ലേ ഞാൻ ഈ കണക്കൊക്കെ ഒന്നേ. എന്നാ കണക്ക്? നാളെ മൂപ്പൻ എഴുതിക്കോളൂ. മൂപ്പ വന്ന് എഴുത്. അളിയൻ വന്നേ. അമ്മച്ചി വിളിക്കുന്നു. നോക്കണേ.
എന്നതാ അമ്മച്ചി ഇത്ര അത്യാവശ്യമായിട്ട്? ദേവിയേ ആ. ഞാൻ നിരപരാധിയാണേ. അല്ല ഇങ്ങനൊരവസരത്തിലല്ലേ നിന്നെ കൈ കിട്ടത്തുള്ളൂ. ഇനി നീ ഒരു മുങ്ങിയ എപ്പോഴാ പൊങ്ങുന്നെന്ന് അറിയാൻ ഒക്കത്തില്ലല്ലോ. ഇപ്പൊ എന്നതാ പ്രശ്നം? അല്ല എന്നതാ നിന്റെ ഭാവം? കല്യാണം കഴിപ്പിച്ച് അയച്ച പെങ്ങള്, പെങ്ങടെ കുടുംബം, കല്യാണം കഴിക്കാൻ പോകുന്ന കുഞ്ഞിപ്പെങ്ങള്, അമ്മ, സുഖമായിട്ട് കഴിഞ്ഞുകൂടാവുന്ന കുടുംബാന്തരീക്ഷം. നല്ല ഭാവം തന്നെ എന്റെ മുഖത്ത്. പോടാ അവിടുന്ന്, തമാശ പറയാതെ. ദേവി ആ. ഞാൻ അങ്ങോട്ട് പറയാം. നിനക്കിപ്പം വയസ്സെത്രയായി? അത് എനിക്ക് നല്ല ഓർമ്മയില്ല. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. എനിക്ക് 5 വയസ്സാ നീ ജനിക്കുമ്പോ. ഇപ്പൊ എത്രയെന്ന് അറിയണോ? അയ്യോ വേണ്ട, എന്തിനാ വെറുതെ ആവശ്യമില്ല ടെൻഷൻ കെട്ടുന്നത്? കൊച്ചു പയ്യനാന്ന് എന്റെ ധാരണ. എന്നാ അങ്ങനെയല്ല, കല്യാണപ്രായം കഴിഞ്ഞു. അല്ല അതിപ്പോ ഉം. ഉരുണ്ട് കളിക്കല്ലേ. ഓരോന്നിനും ഓരോ കാലവും സമയമൊക്കെ ഉണ്ടോളിയാ. അല്ല അമ്മച്ചി, ഇത് എവിടത്തെ നാട്ടു നടപ്പാ? കെട്ടിക്കാറായ ഒരു പെണ്ണ് പെര നിറഞ്ഞു നിൽക്കുന്നു. സാധാരണ അമ്മമാർക്ക് അതാണല്ലോ ഒരു ടെൻഷൻ. അത് പറയാതെ ഇത് പറഞ്ഞത്. കുഞ്ഞോളെ, ഈ കാര്യത്തിൽ നീ വേണം സഹായിക്കാൻ. നിന്റെ കല്യാണക്കാരി അവര് ഇതുവരെ പറഞ്ഞില്ലല്ലോ. അവളെപ്പോഴും റെഡിയാ. ഒത്താ രണ്ടിന്റെയും കൂടെ ഒരു പന്തൽ വെച്ചങ്ങ് നടത്താം, അല്ലേ അമ്മച്ചി? അതെ. ഇപ്പൊ അവളുടെ കാര്യം അതാദ്യം നടക്കട്ടെ. ഒന്ന് കഴിഞ്ഞിട്ട് മറ്റൊന്ന്. നിന്റെ ബിരിയാണോടെ ചെയ്ത് ബേബിച്ചായ ഞാൻ ഇന്നസെന്റ് ആണ് കേട്ടോ. വാ വാ, കല്യാണപ്രായമായ പെമ്പിള്ളേർ ഇന്നസെന്റ് ആണല്ലോ. എങ്ങനെയുള്ള ചെറുക്കനെയാ നിനക്ക് വേണ്ടത്? ഇതിനേക്കാളൊക്കെ നല്ല ആളെ കിട്ടും അവൾക്ക്. എനിക്കും കിട്ടുമായിരുന്നു. ഏത് റേഞ്ച് വേണേലും ആയിക്കോ. ഇനി ആകെ ഒരു പെങ്ങളെ ഉള്ളൂ. കിട്ടാവുന്നതിൽ ഉന്നതനെ തന്നെ നോക്കിക്കോ. നിനക്ക് വല്ല ഐഡിയ ഉണ്ടോ? എടാ അവൾ എന്റെ മോളാ. ഇപ്പോഴത്തെ കാലമല്ലേ അമ്മച്ചി, അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല. പെമ്പിള്ളേരുടെ മനസ്സല്ലേ. വല്ല ലൈനും ഉണ്ടോടി? ഇനി അങ്ങനെ വല്ല ഉണ്ടെങ്കിൽ തന്നെ അത് ഈ വീട്ടിൽ നടക്കുക. ഓ എടി, അമ്മച്ചി എങ്ങനെയൊക്കെ പറയും. അച്ചായ നിന്റെ കൂടെയാ. വല്ല ഐഡിയ ഉണ്ടേ പറ, ഞാൻ നടത്തരാം. വാക്കാണല്ലോ. ഓ വാക്ക്. ആരെങ്കിലും ഉണ്ടോ? യെസ് ഓർ നോ? അല്ലല്ലേ? അതെ അതെ അതെ. യെസ്. കളിതമാശ പറഞ്ഞ് കാര്യായോ? ഏതവനടി അവൻ? എടി ഏതവനാണെന്നാ ചോദിച്ചേ? ഞാൻ ചോദിക്കാം, ആരാ മോളേത്? ബേബിച്ചായൻ അറിയും. തമ്പി. ദൈവം കാത്തു. അമ്മച്ചിക്ക് മനസ്സിലായില്ലേ ആ പയ്യനെ? IPS കാരൻ. അന്ന് ഇവിടെ വന്നിരുന്ന പയ്യൻ. അതെ, ഇതുപോലെ സർവീസിലിരുന്ന് മൂത്ത് നരച്ച IAS കിട്ടിയതല്ല, സ്ട്രേറ്റ് ആയി എഴുതി മേടിച്ചതാ. അല്ല ബേബി എന്താ ഒന്നും പറയാത്തത്? അത് ശരിയാവില്ല അമ്മച്ചി, എനിക്കിഷ്ടല്ല. നിനക്കിത് എന്നാ പറ്റിയടാ ചെറുക്ക? അവൻ എന്നാ ഒരു കുഴപ്പം? ഞാനൊന്ന് ആലോചിക്കട്ടെ. ഇനി എന്നാ ആലോചിക്കാനാ? എല്ലാം അങ്ങ് തീരുമാനിച്ചാ പോരായോ?